ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജീൻ സാമുവൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് Xiaomiയുടെ രണ്ട് ഫോണുകളെ പറ്റിയാണ്. രണ്ട് അൾട്രാ ഫോണുകളെ സംബന്ധിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ഫോൺ MI 10 അൾട്രയും രണ്ടാമത്തെ ഫോൺ Redmi K30 അൾട്രയാണ്. അപ്പം കട്ടയ്ക്കാണ് രണ്ട് അൾട്രാ ഫോണുകൾ ഇറങ്ങിയിരിക്കുന്നത്. 10th ആനിവേഴ്സറിയുടെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇറക്കിയേക്കുന്നത്. അപ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, പക്ഷേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഗെയിം ചേഞ്ചിങ് ആണ് ഇറക്കിയേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് വരുന്നത്. 2 സിമ്മാണ് വരുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് നാനോ സിമ്മാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വില വരുന്നത് 57,000 രൂപ മേളിലോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 5G സപ്പോർട്ടാണ് നെറ്റ്വർക്ക്. അപ്പം മുന്നോട്ടുള്ള വർഷങ്ങളിലേക്ക് ഇത് നല്ല ഉപകാരപ്പെടും. പിന്നെ 120 വോൾട്ടിൻ്റെ ഒരു അടിപൊളി ചാർജറാണ് വരുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. Type C ആണ് വരുന്നത്. പിന്നെ ചിപ്പ് സെറ്റും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865+ അല്ല, 65 മാത്രമേ ഉള്ളൂ. പിന്നെ അഡ്രനോ 650 ആണ് വരുന്നത്. റാം 8 തൊട്ട് 16 വരെയാണ്. 64 ബിറ്റിൻ്റെ സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. അപ്പോൾ പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അതേസമയം ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ HD AMOLED ആണ് വരുന്നത്. പിന്നെ 6.6-ൻ്റെ ഒരു സ്ക്രീൻ സൈസ് റേഷ്യോ ആണ് വരുന്നത്. അത് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ പെർഫോമൻസിൽ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആണ്. അതേസമയം പിന്നെ ക്യാമറയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ 108 MB ബാക്ക് ക്യാമറ സപ്പോർട്ടാണ് വരുന്നത്. ഡ്യുവൽ LED ഫ്ലാഷ് കാര്യങ്ങളാണ്. ഫ്രണ്ടിൽ 20 MB മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതേസമയം ഇതിൻ്റെ ബാക്ക് പാനൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡാണ്. വയർലെസ് ചാർജിങ് 55 വോൾട്ടിൻ്റെ MI തന്നെ തരുന്ന ആക്സസറീസ് വയർലെസ് ചാർജിങ് നമുക്ക് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് അഡ്രനോ 650 ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 865 സ്നാപ്ഡ്രാഗൺ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം വെച്ചാൽ ആ പ്രൈസ് റേഞ്ചിൽ 865+ ഉള്ള സാധനങ്ങൾ കിട്ടും. 865 ഇച്ചിരി 1 month ഓൾഡാണ് എനിവേ. അപ്പോൾ അതേസമയം ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സെറ്റാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ MI പെട്ടെന്നൊരു ഇത്ര റേഞ്ചിൽ വില കൂട്ടിയതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ആദ്യം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആണെങ്കിൽ രണ്ടാമത് നമുക്ക് Xiaomiയുടെ ടീംസ് വേറെ ഫോണോട് തന്നിട്ടുണ്ട്. 2 അൾട്രാ ഫോണിന് തുടക്കം പറഞ്ഞ പോലെ. അപ്പോൾ തന്നെ Redmiയുടെ K30 അൾട്രയാണ് രണ്ടാമത്തെ ഫോണിൽ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വെർഷൻ 10 ഓഫ് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. ഡ്യുവൽ സിം സപ്പോർട്ടാണ്. 5G സപ്പോർട്ടാണ്. അതേപോലെ Wi-Fi 6 സപ്പോർട്ടഡാണ്. Wi-Fi 6 ആണ്. അപ്പോൾ അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇത് ജസ്റ്റ് നെറ്റ്വർക്കും കാര്യങ്ങളും സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏതാണ്ട് 23,000 തൊട്ട് മേലോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6GB 128 തൊട്ട് 8GB 512GB വരെ സപ്പോർട്ടഡാണ്. അപ്പോൾ 16GB സപ്പോർട്ടല്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ ആണ് വരുന്നത്. G7 M7 ആണ് നമ്മുടെ ഗ്രാഫിക്സ് ആയിട്ട് വരുന്നത്. അപ്പം ഗ്രാഫിക്സും പ്രൊസസ്സറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഫോണുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ, പക്ഷേ ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. 2 GHz ഒക്ടാകോർ പ്രൊസസ്സറാണ്. അപ്പോൾ അതിനകത്ത് പ്രോസസ്സിങ് കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മിഡ് റേഞ്ച് കാറ്റഗറി കൊടുത്തേക്കുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുത്തേക്കുന്നു. പിന്നെ ഇതിനകത്ത് റെഡ്മി നമുക്ക് ഏറ്റവും ഹൈലൈറ്റഡ് എടുത്ത് തന്നേക്കുന്ന എൻ്റെ ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 120 Hz റീഫ്രഷ് റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഗെയിമിംഗ് കാര്യങ്ങൾക്ക് പെർഫോമൻസ് കാര്യങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് 120 GHz. അപ്പോൾ ഫ്രെയിം റേഷൻ നമ്മുടെ റീഫ്രഷ് റേറ്റും ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഗെയിമിങ്ങുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ ഫോണുകളിലും അത് ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബേസ്ലെസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്ക്രീൻ സൈസ് എന്ന് പറയുമ്പോൾ 6.6 ആണ് വരുന്നത്. സ്ക്രീൻ റെസൊല്യൂഷൻ 1080p to 2400 പിക്സൽസും കാര്യങ്ങളാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ക്ലാരിറ്റിയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് നമുക്കിപ്പോൾ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ Type C പോർട്ടിങ് കാര്യങ്ങളാണ് വരുന്നത്. ബാറ്ററി ചാർജ് വരുമ്പോൾ 4500 mAh ബാറ്ററി ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. 33 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആ റേഞ്ച് കാറ്റഗറിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു 3 വോൾട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് റെഡ്മി ഇതിന്. അപ്പോൾ അത് പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 128 തൊട്ട് 1/2 TB വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം പിന്നെ ക്യാമറയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 64 MB ക്യാമറയാണ് നമുക്ക് റിയർ ക്യാമറ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ 2 അൾട്രാ ഫോണുകളെ പറ്റിയുള്ള പുതിയ ചെറിയ വിശേഷങ്ങൾ. അപ്പം അത്ര ഡെപ്തായിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ബേസിക് ഓവർവ്യൂ ആണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം സംഭവം ഇന്നലെ ലോഞ്ചായിട്ടേ ഉള്ളൂ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോണുകൾ. അപ്പോൾ ഉടനെ തന്നെ മാർക്കറ്റിൽ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ
റിവ്യൂസൊക്കെ കണ്ട് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് നമ്മൾ ചാനൽ 1K ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിവേ എല്ലാ മച്ചന്മാർക്കും താങ്ക് യു സോ മച്ച്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക, കീപ് സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.